ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഒരു പ്രതീക്ഷ. ഒരുപാട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് വിട്ടാലോ. ഫസ്റ്റ് നമ്മൾ 30 cm നീളവും 4 cm വീതിയുമുള്ള 2 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഒരു സൈഡ് 8 cm മറു സൈഡ് 1 cm നമ്മൾ ഹോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന രീതിയിൽ 2 ഹോളിലും 2 സ്റ്റിക്ക് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി 10 mm സിറിഞ്ച് കടക്കുന്ന രീതിയിൽ 2 സൈഡും ഗ്യാപ്പ് വിടണം. അതുപോലെ കാർഡ്ബോർഡും സ്റ്റിക്കും കണക്റ്റ് ആകുന്ന സൈഡ് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മളിത് ഒട്ടിച്ചെടുക്കാനായിട്ട് ഫ്ലെക്സ് ക്വിക്കാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ 20 cm നീളവും 4 cm വീതിയുമുള്ള 2 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ കാർഡ്ബോർഡ് പീസ് രണ്ടും ഈ കാണുന്ന രീതിയിൽ സ്റ്റിക്കിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ സ്റ്റിക്കിൽ നിന്നും ഇളകി വരാത്ത രീതിയിൽ ഒരു ചെറിയൊരു കാർഡ്ബോർഡ് പീസ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തെടുത്തത് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് മൂവ് ആകണം. ഇനി നമുക്ക് ഇതുപോലെ 2 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഹൈറ്റും താഴത്തെ വീതിയും 10 cm ആണ്, മുകളിലത്തെ വീതി 5 cm. ഇനി ഈ 2 പീസും നമ്മൾ ഈ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. പത്ത് സെൻറ്റിമീറ്റർ വരുന്ന ഒരു സമചതുര കാർഡ്ബോർഡാണ് നമ്മൾ വെട്ടിയെടുത്തിരിക്കുന്നത്. ഈ സ്ക്വയർ കാർഡ്ബോർഡ് ഈ കാണുന്ന പോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനകത്ത് ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് ഒരു 3 പീസ് കാർഡ്ബോർഡുകൾ തമ്മിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒരു ഹോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ അതിൻ്റെ സെൻറ്ററിൽ ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ബാറ്ററി ഇങ്ങനെ കടന്നു പോകുന്ന രീതിയിൽ ഒരു ഹോള് കൂടെ ആഡ് ചെയ്യണം കേട്ടോ. നമ്മളെല്ലാത്തിലും ഓൾറെഡി ഹോൾ ചെയ്തു. 16 സെൻറ്റിമീറ്ററിൻ്റെ സമചതുര കാർഡ്ബോർഡ് ഒരു 2 എണ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഒന്നാക്കി ഒട്ടിച്ചെടുക്കണം. അതുപോലെ ഇതിലൊരു സൈഡ് സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ടെടുത്തു. ക്ലോക്കിലിടുന്ന ബാറ്ററി ഒന്ന് ഇതിനകത്തുനിന്ന് സെറ്റ് ചെയ്തെടുക്കണം. ബാറ്ററിൻ്റെ മുകളിൽ ഇത് സെറ്റ് ചെയ്യാം. അതുപോലെ ഇത് നല്ല ഫ്രീ ആയിട്ട് മൂവിങ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ, നമ്മളൊരു സിറിഞ്ചിൻ്റെ ടോപ്പിൽ ഹോൾ ചെയ്തെടുത്തു. നമ്മളൊരു കമ്പി പഠിപ്പിച്ചെടുത്താണ് കേട്ടോ ഹോൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇതിൻ്റെ ടോപ്പ് ചുറ്റും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ 2 സൈഡും കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ടൈ എടുത്തിട്ടുണ്ട്. അതിൽ ഒന്നിൻ്റെ അകത്ത് മറ്റൊന്നായിട്ട് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ നമ്മൾ സിറിഞ്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ്. മറ്റൊന്ന് സ്റ്റിക്ക് സെറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് വേണം കേട്ടോ. ഇതുപോലെ നമുക്ക് ഒരു 8 സിറിഞ്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതെല്ലാം നമുക്ക് യൂസിങ് വരുന്നുണ്ട്. നമുക്കൊരു മെറ്റൽ ഷീറ്റ് ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലൊരു മെറ്റൽ ഷീറ്റ് കട്ട് ചെയ്യണം. ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് ഹോൾ സെറ്റ് ചെയ്യണം കേട്ടോ. ഈ ഷീറ്റ് ഓൾറെഡി റൗണ്ടിലുള്ളതാണ്. ഒരു സൈഡ് വളച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സൈഡ് ഇതുപോലെ വളച്ചെടുക്കേണ്ടത് ആവശ്യം വരുന്നുണ്ട്.
ഇതിനനുസരിച്ചുള്ള 2 കാർഡ്ബോർഡ് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബക്കറ്റ് റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ബക്കറ്റ് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ 4 cm നീളമുള്ള ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചെടുക്കണം. നമ്മൾ ആ സ്റ്റിക്കിൽ ഒരു സൈഡ് ഹോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 8 സെൻറ്റിമീറ്റർ നീളമുള്ള 2 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതിൽ 2 സൈഡ് നമ്മൾ ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ 2 ഐസ്ക്രീം സ്റ്റിക്കും ഇതുപോലെ നമുക്ക് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് ഇനി 2 6 cm ലെങ്ത്തുള്ള 2 സ്റ്റിക്ക് കൂടെ എടുത്തിട്ടുണ്ട്. അതിലും 2 സൈഡ് ഹോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബക്കറ്റിൽ നിന്നും കുറച്ച് ഗ്യാപ്പ് വിട്ട് വേണം ഇതുപോലെ കണക്ട് ചെയ്യാൻ. ഇനി നമ്മൾ സിറഞ്ച് സെൻറ്ററിൽ വരുന്നത് പോലെ സ്റ്റിക്കുകളെല്ലാം കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന്. നെക്സ്റ്റ് ഇനി കാർഡ്ബോർഡിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളിട്ട് ടൈ അതിനകത്തൂടെ കടന്നു പോകുന്ന ഗ്യാപ്പിലൂടെ വേണം നമ്മുടെ സ്റ്റിക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, ഈ സിറഞ്ചാണ് നമ്മുടെ ബക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇതുപോലെ ഇനിയൊരു സിറഞ്ച് കൂടെ എടുത്ത് ഈ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ JCBൻ്റെ ബൂം മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സിറഞ്ച്. ഇനി ഇതുപോലെ താഴെയും സെറ്റ് ചെയ്തെടുക്കണം. കാർഡ്ബോർഡിൻ്റെ സെൻറ്ററിൽ ഹോൾ ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ 2 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ 2 നമ്മൾ ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു 3.5 സെൻറ്റിമീറ്റർ നീളമുള്ള ചെറിയൊരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. നെക്സ്റ്റ് ഇനി നമുക്ക് ഇതിനകത്ത് സിറഞ്ച് കണക്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഇതിൻ്റെ ടോപ്പിൽ ഒട്ടിക്കാം. ഇനി നമുക്ക് കാർഡ്ബോർഡിനകത്തൊന്നും അത് ഫിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതുപോലെ വളച്ചെടുത്ത 5 കമ്പി പീസുകൾ കൂടെ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു കൺട്രോൾ ഏരിയ സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 20 സെൻറ്റിമീറ്റർ നീളവും 15 സെൻറ്റിമീറ്റർ വീതിയുമുള്ള 2 കാർഡ്ബോർഡ് പീസുകൾ ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ 2 കാർഡ്ബോർഡ് പീസുകളും തമ്മിൽ നമുക്ക് ഒരുമിച്ച് ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ 4 സെൻറ്റിമീറ്റർ വീതിയും 20 സെൻറ്റിമീറ്റർ നീളവുമുള്ള 2 കാർഡ്ബോർഡ് പീസുകൾ കൂടെ ഒരുമിച്ച് ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ ടോപ്പിൽ ഹോളിട്ട 3 സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. 2 എണ്ണം 2 വശങ്ങളിലുമായിട്ട് ഒരെണ്ണം സെൻറ്ററുമായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. സെൻറ്ററിലും ടോപ്പിലും ഹോൾ ചെയ്ത സ്റ്റിക്കിൻ്റെ താഴെ 3 കാർഡ്ബോർഡ് പീസുകൾ ഒട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 4 എണ്ണം സെറ്റ് ചെയ്തെടുക്കണം. അതുപോലെ ഈ 4 എണ്ണത്തിൻ്റെയും സെൻറ്റർ സിറഞ്ച് സെറ്റ് ചെയ്തെടുക്കണം. ഈ 4 പീസിനെയും ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മുടെ കൺട്രോൾ ഏരിയയിൽ കണക്ട് ചെയ്തെടുക്കണം. നമ്മൾ വളച്ചെടുത്ത കമ്പികളെല്ലാം തന്നെ സിറഞ്ചിനെയും കാർഡ്ബോർഡിനെയും ഒന്നായി കണക്ട് ചെയ്യണം. ഫ്രണ്ട്സ്, അതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളെല്ലാം അതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. സിറഞ്ചുകളെല്ലാം തന്നെ ഒന്നായി കണക്ട് ചെയ്യാനായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ട്യൂബാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ട്യൂബ് കണക്ട് ചെയ്യുമ്പോൾ ഒരു സൈഡ് ക്ലോസ്ഡ് ആയിരിക്കണം, മറ്റേ സൈഡ് ഓപ്പൺ ആയിരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സെറ്റപ്പ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ
കൺട്രോൾ ഏരിയയിലെ സിറഞ്ചുകളെല്ലാം പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സിറഞ്ചുകളെല്ലാം വർക്കിംഗ് ആവുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാമല്ലേ. എന്നാൽ ഇതിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമ്മളിപ്പോൾ സിറഞ്ച് മൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കാറ്റാണ്. കാറ്റ് ഈസി ആയിട്ട് കംപ്രസ് ആകും. അതുകൊണ്ട് തന്നെ കൺട്രോൾ ഏരിയയിലെ സിറഞ്ചുകൾ ക്ലോസ് ചെയ്യുമ്പോഴോ ഓപ്പൺ ചെയ്യുമ്പോഴോ അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സിറഞ്ചുകളൊന്നും തന്നെ കംപ്ലീറ്റ് ആയിട്ട് വർക്കിംഗ് ആവില്ല. നമ്മൾ ഈ ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് കാറ്റിന് പകരം വെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു എക്സാമ്പിൾ, ഈ സിറഞ്ചിൻ്റെ അകത്ത് എയർ മാത്രമാണ് ഉള്ളത്. നമ്മളിപ്പോൾ സിറഞ്ച് ക്ലോസ് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ സിറഞ്ചിൻ്റെ അകത്തുള്ള കാറ്റിനെ നമുക്ക് ഒരു അളവിൽ കംപ്രസ് ചെയ്യാൻ കഴിയും. പക്ഷേ സിറഞ്ചിൻ്റെ അകത്ത് വെള്ളം നിറച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ വെള്ളത്തിന് അത്ര ഈസി ആയിട്ട് അത്ര പെട്ടെന്നൊന്നും കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സെറ്റപ്പ് നോക്കൂ, ഒരു സൈഡ് പ്രസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഫുള്ളായിട്ട് ഓപ്പൺ ആവുന്നില്ല. നമ്മൾ കാറ്റിന് പകരം വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു സിറിഞ്ച് എത്ര ക്ലോസ് ചെയ്യുന്നുവോ അതുപോലെ ഓപ്പോസിറ്റ് ഓപ്പൺ ആകും. ഇത് തന്നെയാണ് നമ്മുടെ JCBയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ എല്ലാ സിറിഞ്ചിലും വെള്ളം നിറച്ചിട്ടുണ്ട്, വെള്ളത്തിൽ കുറച്ച് കളറ് ചേർത്തെന്ന് മാത്രം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ JCB നന്നായിട്ട് വർക്കിംഗ് ആവുന്നുണ്ട്. സിറഞ്ചിൻ്റെ ഫുൾ ലെങ്ത്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഒറിജിനൽ JCBയും വർക്കിംഗ് ആവുന്നത്. അതിൻ്റെ സിലിണ്ടറിൻ്റെ അകത്ത് വെള്ളത്തിന് പകരം ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മളൊരു എക്സാമ്പിൾ തന്നെ ആയിട്ടാണ് വെള്ളം ഉപയോഗിക്കുന്നത് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് പകർന്നു തന്ന അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതിലും നല്ലൊരു വീഡിയോസുമായിട്ട് കാണുമെന്ന പ്രതീക്ഷയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.